മുണ്ടക്കയിലെ ചൂരൽമലയിലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മൃതശരീരങ്ങൾ അത് ഒഴുകി ചാലിയാർ പുഴയിൽ മുണ്ടേരിയിൽ നിന്ന് നിലമ്പൂരിൻ്റെ പരിസരങ്ങളിൽ നിന്നൊക്കെ കിട്ടിയപ്പോൾ ശരീരം പല ഭാഗങ്ങളായി പോയിരുന്നു. ചിലപ്പോൾ കിട്ടിയത് ഒരു കാലാണ്, ഒരു കൈയാണ്, ഒരു തലയാണ്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളാണ്. പക്ഷെ ഓരോ ഭാഗവും ലഭിക്കുമ്പോൾ അത് ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ എന്തു മാർഗമാണ് നമ്മൾ സ്വീകരിച്ചത്? DNA പരിശോധനകളിലൂടെയാണ് ആരാണ് ആ വ്യക്തി എന്ന് തിരിച്ചറിയാൻ അന്ന് നമ്മൾ ശ്രമിച്ചത്. ശരിക്കും ഒരു കയ്യോ കാലോ കിട്ടണമെന്നില്ല, എൻ്റെ ഒരു രോമം കിട്ടിയാൽ മതി. അതിനകത്ത് ഞാൻ ആര് എന്ന് മാത്രമല്ല, എൻ്റെ മാതാപിതാക്കളാര്, എൻ്റെ മാതാപിതാക്കളുടെ മാതാപിതാക്കളാര് എന്നുവരെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. അത്രമേൽ സൂക്ഷ്മമായി അത്ഭുതകരമായി മനുഷ്യനെ പടച്ച റബ്ബ് ഒരിക്കൽ കൂടി നാളെ പരലോകത്ത് നമ്മെ തിരിച്ചു കൊണ്ടുവരുമെന്നതിൽ ആർക്കാണ് സംശയമുള്ളത്? എന്തിനാണ് നമ്മൾ സംശയിക്കുന്നത്? തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് താജുദ്ദീൻ സ്വലാഹി നമ്മോട് സംസാരിച്ചത്. ഞാൻ ഒരു ചെറിയ വാർത്ത നിങ്ങളെ കാണിക്കാം. നമുക്ക് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി 12കാരിയായ ഭാര്യയെ ഷോക്കടിപ്പിച്ച് കൊന്നു. 28കാരൻ ഭർത്താവിന് ജീവപര്യന്തം തടവ്. ഇത് ഒരുപക്ഷെ നിങ്ങൾ ദിവസവും കേൾക്കുന്ന ഇത്തരം ഒരുപാട് വാർത്തകളിലൊന്നായിരിക്കും. വേറൊരു വാർത്ത കൂടി കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു വാർത്തയുടെ ടൈറ്റിൽ മാത്രമാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയപ്പോൾ ഒരു കുടുംബത്തിലെ 8 ആളുകളെ ആ വീട്ടിലെ മകളും ആ മകളുടെ ഭർത്താവും കൂടി കൊന്നു കളഞ്ഞു എന്നാണ്. ഒരു വീട്ടിലെ 8 പേരെ കൊന്നു എന്നാണ്. എന്തിനെന്നറിയോ? അവരുടെ സമ്പത്ത് കവർന്നെടുക്കാൻ വേണ്ടി. ഒരു വീട്ടിലെ 8 ആളുകളെ മകളും ആ വീട്ടിലെ മകളും ഭർത്താവും കൂടി കൊന്നു എന്നാണ്. സ്വന്തം മാതാപിതാക്കളെ സമ്പത്തിന് വേണ്ടി കൊന്ന കുറേ കഥകൾ ഇതുപോലെ പറയുന്നുണ്ട്. ഈ സമ്പത്ത് എത്ര കണ്ട് മനുഷ്യന് ഉപകാരപ്പെടും? ഇങ്ങനെ തട്ടിയെടുത്ത സമ്പത്ത് കൊണ്ട് എത്ര കാലമാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കുക? ഐഹിക ജീവിതത്തിൻ്റെ നശ്വരതയെ സംബന്ധിച്ച് ബഹുമാന്യനായ ഷമീർ മദീനി നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഈ ലോകത്ത് കാണുന്ന മനുഷ്യന്മാരുടെ നിരവധി പ്രയത്നങ്ങളും ത്യാഗങ്ങളുമൊക്കെയുണ്ട്. ഓരോ ദിവസവും രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റത് മുതൽ നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ പലതും സ്വായത്തമാക്കാൻ, വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ആളുകളുടെ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള പരാക്രമത്തിനിടയിൽ അവിടെ നീതിയും അനീതിയും പരിഗണിക്കാതെ, അതിൻ്റെ ധർമ്മവും അധർമ്മവും വിലയിരുത്താതെ മറ്റുള്ളവൻ്റെ സ്വത്ത് അപഹരിക്കുവാനും അധികാരങ്ങൾ പിടിച്ചടക്കുവാനും ഇങ്ങനെയുള്ള പരാക്രമങ്ങൾക്കും നെട്ടോട്ടങ്ങൾക്കും ഇടയിൽ പലതരത്തിലുള്ള അടിപിടികളും ഒരുപക്ഷെ കൊലപാതകങ്ങൾ വരെയും മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്നത് ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന സംഗതിയാണ്. എന്നാൽ ഇതെല്ലാം വെട്ടിപ്പിടിച്ച് കൈക്കലൊതുക്കി ഏതുവരെയും ഒരു മനുഷ്യന് പോകുവാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ
ഒരു പക്ഷേ അടുത്ത നിമിഷം അള്ളാഹുവിൻ്റെ അലംഘനീയമായ ആ സമയം എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ വിട്ടേച്ചുകൊണ്ട് ആ മനുഷ്യരൊക്കെ ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട്. അഥവാ ഈ ജീവിതം ശാശ്വതമല്ല. ഇവിടെയുള്ള സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാ കാലത്തും എല്ലാവർക്കും ഉപയോഗിക്കുവാൻ പറ്റുന്ന രീതിയിലല്ല എന്നുള്ളത് നാം തിരിച്ചറിയുന്നു. ഒരുപക്ഷെ ഈ ലോകത്തിന് ശേഷം ആ കടന്നു പോകുന്ന പരലോകത്തെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യവും ബോധവുമില്ലാത്ത ആളുകളാണെങ്കിൽ അയാൾ സമ്പാദിച്ച സമ്പാദ്യവും അയാൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുമൊക്കെ ഏതവസ്ഥയിൽ പരിണമിക്കുമെന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയില്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധവും അതേപോലെ തന്നെ അപരാധവുമായിരിക്കുമെന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ നിങ്ങളെ ഓതി കേൾപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 64-ാമത്തെ വചനം അള്ളാഹു പറയുകയാണ്, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഈ ഭൗതിക ജീവിതം, ഈ ഐഹിക ജീവിതം, അത് ഇല്ലാ ലഹ്വുൻ വലഇബ്, ചില കളിയും വിനോദങ്ങളും തമാശകളും ഒക്കെയാണ്. വഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, എന്നാൽ ആ മരണശേഷം വരാനിരിക്കുന്ന പരലോകം എന്നത് ആഖിറം, അതാണ് യഥാർത്ഥ ജീവിതം. ലൗകാനു യഅലമൂൻ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ. മനുഷ്യന്മാർ അവരുടെ ബുദ്ധിയും വിവേകവും ചിന്തയും അനുഭവങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് അതിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ ജീവിതമല്ല യഥാർത്ഥ ജീവിതം, വരാനിരിക്കുന്ന പരലോകമാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു എന്നാണ് ഖുർആൻ അവിടെ പ്രത്യേകം ഉണർത്തിയത്. അതിനാൽ നശ്വരമായ ഈ ദുനിയാവിനെ വാരിപ്പുണരുമ്പോൾ പരലോകമാകുന്ന അനശ്വരമായ ആ ആഖിറത്തെ നഷ്ടപ്പെടുത്തുന്നവരാകരുത് നമ്മൾ. അങ്ങനെയാണെങ്കിൽ വില കുറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും വിലപ്പെട്ട സംഗതികളെ ഒഴിവാക്കുന്ന വിഡ്ഢികളെപ്പോലെ, വിവരദോഷികളെപ്പോലെ മനുഷ്യരാകുമെന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്മാരുടെ ഈ ആവർത്തിച്ചുള്ള തിരിച്ചുപോക്കിലേക്ക് ഉണർത്തിക്കൊണ്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതം കണ്ടാൽ ഈ ജീവിതം ശാശ്വതമാണ് എന്ന രീതിയിൽ ഇവിടുത്തെ സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ അവന് എപ്പോഴും അനുഭവിക്കുവാൻ കഴിയുമെന്ന രീതിയിലാണ് ആളുകൾ പലതും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഹലാലാക്കിയതിനെ പരിഗണിക്കാതെ, ഹറാമാക്കിയതിൽ നിന്ന് വിട്ടകന്ന് നിൽക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിലക്കുകളെയും താക്കീതുകളെയും പരിഗണിക്കാതെ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് മരണമില്ല, അവർ ഇവിടെയാണ് എപ്പോഴും ജീവിക്കുക എന്ന് ധരിച്ചു പോയ ആളുകളാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി അനവധി ഉപമകളിലൂടെ, ഉപദേശങ്ങളിലൂടെ ഈ ദുനിയാവിൻ്റെ നശ്വരത, അത് നൈമിഷികമാണ്, അത് ഏത് സമയവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളതാണ് എന്നുള്ള കാര്യം അടിക്കടി ഉണർത്തിയിട്ടുണ്ട്. ഖുർആനിലും അതുപോലെയുള്ള വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, നിങ്ങളുടെ കൈകളിലുള്ള സന്താനങ്ങൾ, നിങ്ങളുടെ കൈകളിലുള്ള സമ്പത്തുക്കൾ, ഇതെല്ലാം ഈ ഭൗതിക ലോകത്തിൻ്റെ ചില അലങ്കാരങ്ങൾ മാത്രമാണ്. വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല, എന്നാൽ ശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ, ബാക്കിയാകുന്ന നന്മകൾ, അതാണ് നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ നിനക്ക് ഏറ്റവും ഉത്തമമായി കിട്ടാനുള്ളത്, അതേപോലെ ഏറ്റവും നല്ല പ്രതീക്ഷ നൽകുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, മനുഷ്യന്മാർ ഈ ഐഹിക ജീവിതത്തെ വാരിപ്പുണരുന്നു, അതിന് പ്രാമുഖ്യം നൽകുന്നു. എന്നാൽ ആ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന പരലോകമാണ് എന്നെന്നും ശേഷിക്കുന്നതും ഏറ്റവും ഉത്തമമായതും എന്ന് ഖുർആൻ ആവർത്തിച്ച് നമ്മെ തെര്യപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപമകൾ നിരവധിയുണ്ട് സഹോദരങ്ങളെ. ദുനിയാവിലെ സൗകര്യക്കുറവുകൾ കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ ആ ശരീരത്തിൽ, ആ പൊന്നുമേനിയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളുത്ത ശരീരത്തിൽ ഈത്തപ്പന ഓലയുടെ പാടുകൾ കണ്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, പ്രവാചകരെ, അങ്ങക്ക് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിമിതികളുമാണുള്ളതെങ്കിൽ റോമിനും പേർഷ്യക്കും അവരുടെ രാജാക്കന്മാർ പട്ടുമെത്തയിൽ കിടന്ന് സുഖിക്കുകയാണ് പ്രവാചകരെ. ആ വേദന പങ്കുവച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോടും സമാനമായി ചിന്തിക്കുന്ന വിശ്വാസികളായ നമ്മളോടെല്ലാവരോടുമായി പറഞ്ഞു, മാലി വലിദ്ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? എനിക്കും ഈ ദുനിയാവിനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? മാ അന ഫിദ്ദുനിയ ഇല്ലാ കറാകിബിൻ, ഒരു വഴിയാത്രക്കാരനെ പോലെയല്ലാതെ
ഇസ്തളല്ല തഹ്ത ശജറത്തിൻ ثم راح وتركها. ആ യാത്രക്കിടയിൽ അല്പസമയം ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് ഒന്ന് വിശ്രമിച്ചു, തണൽ കൊണ്ടു. അതിനുശേഷം അത് ഒഴിവാക്കി യാത്ര തുടർന്നവനെ പോലെയാണ് ഞാനും ഈ ദുനിയാവും. അഥവാ ആ ദുനിയാവ് ഒരിക്കലും നമ്മുടെ ലക്ഷ്യമല്ല, മറിച്ച് അത് പരലോകത്തേക്കുള്ള യാത്രയിലെ ഒരു ഇടത്താവളമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ അവിടെ നിന്ന് പറഞ്ഞു, മദ്ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മിസ്ല മാ യജ്അലു അഹദുക്കും ഇസ്ബഅഹു ഫിൽ യം. ഒരാൾ വിശാലമായി പരന്നൊഴുകുന്ന സമുദ്രത്തിൽ തൻ്റെ വിരലൊന്ന് മുക്കിയെടുത്താൽ ആ വിരലിൽ എത്ര കണ്ട് വെള്ളം അവശേഷിക്കും, ആ കടലിൽ എത്രമാത്രം വെള്ളം ബാക്കിയുണ്ടാകും. ഇതുപോലെയാണ് ദുനിയാവും ആഖിറവും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ ദുനിയാവിൽ നിങ്ങൾ എത്ര കണ്ട് സുഖിച്ചാലും എത്ര കണ്ട് നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ സാധിച്ചാലും പരലോകത്തേക്ക് നോക്കുമ്പോൾ ആ സമുദ്രത്തിൽ നിന്നൊരാൾ വിരലിൽ മുക്കിയെടുത്ത ഒരു വെള്ളത്തുള്ളി പോലെ മാത്രമേ ഈ ദുനിയാവിലെ എല്ലാം അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ, വിശ്വാസികളായ ആളുകൾക്ക് പലതരത്തിലുള്ള പരാക്രമങ്ങളും അതേപോലെ തന്നെ ശത്രുക്കളെയും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പലരും സങ്കടപ്പെടാറുണ്ട്. പലതും അള്ളാഹു അറിയുന്നില്ലേ, പടച്ചറബ് നമ്മളെ കാണുന്നില്ലേ എന്ന് ചിന്തിക്കുകയും പരിതപിക്കുകയും ചെയ്യാറുണ്ട്. ഫലസ്തീനിലെ മക്കളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ, നന്മയുടെ പേരിൽ വിദ്വേഷത്തിന്റെയും വിമർശനങ്ങളുടെയും കൂരമ്പകൾ ഏൽക്കേണ്ടി വരുന്ന സാധാരണക്കാരായ വിശ്വാസികളെ ഓർത്തുകൊണ്ട് പരിതപിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ലൗ കാനത്തിദ് ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ. ഈ ദുനിയാവിന് മൊത്തം ഏതെങ്കിലും ഒരു പ്രദേശമല്ല, ഈ ലോകം മുഴുക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ കാണുന്ന ഒരു കൊതുകിന്റെ ഒരു ചിറകിനോളം അള്ളാഹു വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന, പടച്ചറബിനെ നിഷേധിക്കുന്ന സത്യനിഷേധിക്ക് അള്ളാഹു ഈ ദുനിയാവിൽ ഒരിറക്ക് വെള്ളം കുടിക്കുവാൻ പോലും സമ്മതിക്കുമായിരുന്നില്ല എന്നാണ്. അവർ ഇവിടെ ഇഷ്ടം പോലെ കുടിക്കുന്നു, ഇഷ്ടം പോലെ തിന്നുന്നു, ഇഷ്ടം പോലെ ഇവിടെ സഞ്ചരിക്കുന്നു, സുഖങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് ഒരു കൊതുകിന്റെ ഒരു ചിറകിനോളം പടച്ചറബ് വില കൽപ്പിക്കാത്തത് കൊണ്ട് അവർക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാണ്. എന്നാൽ പരലോകമാകട്ടെ അത് വിശ്വാസികളായ ആദർശനിഷ്ഠയുള്ള നന്മയുള്ള പ്രവാചകന്മാരുടെ ആദർശം പകർത്തിയെടുത്ത അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച ആളുകൾക്കുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോടൊപ്പം സഹാബത്തിനോടൊപ്പം നടന്നു പോകുമ്പോൾ വഴിയിൽ ന്യൂനതകളുള്ള, വൈകല്യങ്ങളുള്ള ഒരു ആട്ടിൻകുട്ടി ചത്തുകിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ഇത് ഒരു ദിർഹം നൽകിക്കൊണ്ട് വിലക്ക് വാങ്ങാൻ നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അവർ പറഞ്ഞു, പ്രവാചകരെ, ജീവനുള്ളതാണെങ്കിൽ തന്നെ വൈകല്യങ്ങളും ന്യൂനതകളുമുള്ള ഒരു ആട്ടിൻകുട്ടിയെ ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുകയില്ല, ഞങ്ങൾക്കത് വേണ്ട. എന്നിരിക്കെ അത് ജീവൻ നഷ്ടപ്പെട്ട, അതേപോലെ ദുർഗന്ധം വമിക്കുന്ന ഒരു ഡെഡ് ബോഡി ആയിട്ടുണ്ടെങ്കിൽ ആ ചത്ത ആട്ടിൻകുട്ടിയെ ആരാണ് പൈസ കൊടുത്ത് വാങ്ങുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി ലദ്ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. ഈ ചത്ത ആട്ടിൻകുട്ടി, വൈകല്യങ്ങളുള്ള ചത്തുപോയ ചീഞ്ഞു നാറുന്ന ഈ ആട്ടിൻകുട്ടി നിങ്ങളുടെ കണ്ണിൽ, നിങ്ങളുടെ അടുക്കൽ എത്ര കണ്ട് നിസ്സാരമാണോ അതിനേക്കാൾ നിസ്സാരമാണ് പടച്ചറബിൻ്റെ അടുക്കൽ നിങ്ങൾ ഏറ്റവും വലുതായി കണ്ടുകൊണ്ട് വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ബന്ധങ്ങളെ അറുത്തുമാറ്റി മാതാപിതാക്കളെയും അതേപോലെ തന്നെ രക്തബന്ധങ്ങളെയും എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് വാരിപ്പുണരാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഈ ദുനിയാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ വിശ്വാസികളായ ആളുകൾ ദുനിയാവുമായി യാതൊരു ബന്ധവുമില്ലാതെ, ഭൗതിക ജീവിതത്തിൻ്റെ യാതൊന്നും സ്വീകരിക്കാതെ, അനുഭവിക്കാതെ, എല്ലാം ഉപേക്ഷിച്ച് സമ്പൂർണ്ണ സന്യാസിയായി ഒരു സന്യാസ ജീവിതം നയിക്കണമെന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെയല്ല. അള്ളാഹു പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അള്ളാഹു നിനക്ക് നൽകിയ ഭൗതികമായ സൗകര്യങ്ങളും
അതേപോലെ തന്നെ പടച്ചറബിന്റെ അനുഗ്രഹങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരലോകമാകുന്ന ലക്ഷ്യം നേടാൻ നീ പരിശ്രമിക്കുക എന്നാണ്. നിനക്ക് ആരോഗ്യമുണ്ട്, നിനക്ക് സമ്പത്തുണ്ട്, നിനക്ക് സമയമുണ്ട്, മക്കളുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം വിനിയോഗിച്ചുകൊണ്ട് ഖബറിലേക്ക് സമ്പാദിക്കാൻ, പരലോകത്തേക്ക് നിങ്ങൾ സമ്പാദിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ ഉണർത്തിയത്. ദീനിന്റെ മേഖലയിൽ, ദഅവത്തിന്റെ മേഖലയിൽ, അതേപോലെ നന്മയുടെ ഏതെല്ലാം വഴികളുണ്ടോ അവിടെയെല്ലാം പടച്ചറബ് നൽകിയ ഈ നന്മകൾ കൊണ്ട് പരലോകം കാക്ഷിക്കാൻ, പരലോകം സമ്പാദിക്കാൻ ശ്രമിക്കണം. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിലെ നിന്റെ ഓഹരി നീ വിസ്മരിക്കുകയും വേണ്ട. ബിസിനസ്സും കച്ചവടങ്ങളും ജോലിയും എല്ലാം ഒഴിവാക്കി പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ദുനിയാവ് വേണം, ആഖിറവും വേണം. അതല്ലേ വിശ്വാസി പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നന്മ നൽകണേ, ആഖിറത്തിലും ഞങ്ങൾക്ക് നീ നന്മ നൽകണേ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്നാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം വിശ്വാസികൾ പരിശ്രമിക്കേണ്ടത്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഅമൽ ലിദുനിയാക കഅന്നക തഈശു അബദ. നീ ദുനിയാവിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ കാലാകാലം ഇവിടെ ജീവിക്കുന്നവനെ പോലെ നീ പരിശ്രമിക്കണം, അധ്വാനിക്കണം. നിന്റെ ജോലിയിൽ ശ്രദ്ധിക്കാതെ, നിന്റെ ബിസിനസ്സിൽ നീ ശ്രദ്ധ കൊടുക്കാതെ, നിന്റെ കുടുംബജീവിതത്തിൽ നീ ശ്രദ്ധിക്കാതെ ആഖിറത്തിന്റെ ആളുകളായി ദുനിയാവുമായി എല്ലാ മേഖലയിൽ നിന്ന് വിട്ടകന്ന് നിൽക്കേണ്ടവനല്ല. മറിച്ച് നീ ജീവിക്കുന്ന ലോകം, ഈ ഭൗതികമായ ജീവിതത്തിന്റെ നന്മകൾ നീ സ്വീകരിക്കാൻ പരമാവധി പരിശ്രമിക്കണം, എന്നുമെന്നും ഇവിടെ ജീവിക്കുന്നവനെ പോലെ. എന്നാൽ നീ നിന്റെ പരലോകം മറന്നുകൊണ്ടായിരിക്കരുത്. ആ പരലോകത്തിന് വേണ്ടിയും ദുനിയാവിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ സമയം കണ്ടെത്തുകയും അധ്വാനിക്കുകയും ചെയ്യണം. ആ പരലോകത്തിന് വേണ്ടി നീ പരിശ്രമിക്കുമ്പോൾ, അമൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നീ അധ്വാനിക്കേണ്ടത്? കഅന്നക തമൂതു ഗദാ, അടുത്ത നിമിഷം നീ മരിച്ചു പോകേണ്ടവനാണ്. നിന്നെ കഫൻ പുടവയിൽ പൊതിഞ്ഞ് ആ ഖബറിലേക്ക് കൊണ്ടുപോയി ഇറക്കി വെക്കുമ്പോൾ നിന്റെ കൂടെ വരാൻ വേറെ ആരും ഉണ്ടാവുകയില്ല. ദീനാറും ദിർഹമും മക്കളുമൊന്നും നിന്റെ കൂടെ ഉണ്ടാവുകയില്ല. നിന്റെ കർമ്മങ്ങളും വിശ്വാസങ്ങളും മാത്രമായിരിക്കും എന്ന തിരിച്ചറിവോടുകൂടി അതിനുവേണ്ടി നീ അധ്വാനിച്ചു കൊണ്ടിരിക്കണം. ഏത് സമയത്തും ഓരോ സെക്കൻഡിലും ആ പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത വേണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അഥവാ മുഖ്യമായത് അനശ്വരമായ ആഖിറമാണ്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള യാതൊന്നിലേക്കും ഒരു വിശ്വാസി പോകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആൻ ഉണർത്തിയത്. അവിടെ രക്ഷപ്പെടാൻ കുറുക്കുവഴികളില്ല. അവിടെ വിജയം നേടാൻ അതൊരു നറുക്കെടുപ്പല്ല, ലോട്ടറി പോലെ ഭാഗ്യമുള്ള ആളുകൾക്ക് കിട്ടും, കുലുക്കി നറുക്കെടുക്കുന്ന സംഗതിയല്ല. മറിച്ച് കുറ്റമറ്റ വിശ്വാസം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് ശ്വസിക്കുവാനുള്ള വായുവും കുടിക്കുവാനുള്ള വെള്ളവും നൽകിയ നമ്മുടെ സൃഷ്ടാവിനെ, പടച്ചവനെ അവൻ സ്വയം പരിചയപ്പെടുത്തിയ അവന്റെ പേരാണ് അറബി ഭാഷയിൽ അല്ലാഹു എന്നുള്ളത്. അത് കേവലം മുസ്ലിങ്ങളുടെ ഒരു കുലദൈവമായി ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മെ പാകപ്പെടുത്തിയ, നമ്മെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ട കണ്ണും കാതും കയ്യും കാലും എന്ന് വേണ്ട എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ നമുക്ക് വാരിക്കോരിത്തന്ന അനുഗ്രഹദാതാവായ ആ നാഥനെ, റബ്ബിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവൻ നമ്മളോട് കൽപ്പിച്ച കൽപ്പനയിൽ ഏറ്റവും മുഖ്യമായ ഏകദൈവ വിശ്വാസം, അവൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഈ ലോകത്താരുമില്ല, അവൻ നൽകുന്നത് പോലെ നൽകാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല എന്ന കറകളഞ്ഞ ഏകദൈവ വിശ്വാസം മതങ്ങളുടെയും വേദഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെയും എല്ലാം മുഖ്യ അജണ്ടയായ, കാലദേശ വ്യത്യാസങ്ങൾക്ക് അതീതമായി അവരൊക്കെ പഠിപ്പിച്ച ആ ആശയത്തെ അറിഞ്ഞ് നെഞ്ചിലേറ്റാൻ സാധിക്കണം. അവർക്കേ രക്ഷയുള്ളൂ മരണാനന്തര ജീവിതത്തിൽ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, പ്രവാചകന്മാർ മുന്നോട്ട് വച്ച ധാർമ്മിക മൂല്യങ്ങൾ, സൽക്കർമ്മങ്ങൾ, നന്മകൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഖുർആൻ പറഞ്ഞതുപോലെ ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ അവർക്കുണ്ട് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അത്യുന്നതമായ സ്വർഗത്തിൽ അല്ലാഹു സൽക്കാരമായി അവരെ ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല,
ആ സ്വർഗീയമായ സുഖങ്ങളിൽ, സന്തോഷങ്ങളിൽ, മനസമാധാനത്തിൻ്റെ, കുത്തുവാക്കുകളില്ലാത്ത, ടെൻഷനുകളില്ലാത്ത, ആനന്ദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ലോകത്ത് അവർ ശാശ്വതവാസികളായിരിക്കും. അനശ്വരമാണ് ആ ജീവിതം. ലാ യബ്ഗൂന അൻഹാ ഹിവല. അതൊന്ന് നീങ്ങിപ്പോകാൻ, അതിനൊരു ചേഞ്ച് അവരാഗ്രഹിക്കുകയില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന, ആ മാർഗത്തിൽ തടസ്സങ്ങൾ നിൽക്കുന്ന പലതുമുണ്ട് എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ തടസ്സങ്ങളെയെല്ലാം മറികടക്കുവാൻ നമുക്ക് സാധിക്കണം. ദുനിയാവിൻ്റെ ഭംഗിയും സൗന്ദര്യവും അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ദുനിയാവ് ഒരു ഭാഗത്തും പരലോകം മറുഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു വിശ്വാസി ചിന്തിക്കണം, ഒരു കൊതുകിൻ്റെ ചിറകിനോളം വില അല്ലാഹു കൽപ്പിച്ചിട്ടില്ലാത്ത ആ ദുനിയാവ് ഞാൻ സ്വീകരിച്ചുകൊണ്ട് അനശ്വരമായ, അതുല്യമായ സ്വർഗീയ ലോകം ഞാൻ നഷ്ടപ്പെടുത്തണോ എന്ന് ചിന്തിക്കണം. അതേപോലെ പെരും വഞ്ചകനായ പിശാച്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. ഈ ഐഹിക ജീവിതം, ഈ ഭൗതിക ലോകം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അത്യുദാരനായ, പരമകാരുണ്യകനായ ആ പടച്ച റബ്ബിനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ കുറിച്ച് പെരും വഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ എന്നാണ് ഖുർആൻ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 33-ാമത്തെ വചനത്തിലൂടെ നമ്മെ പ്രത്യേകം ഉണർത്തിയത്. അതുകൊണ്ട് പരലോകമാണ് മുഖ്യമെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് നാം ജീവിക്കുമ്പോൾ സഹോദരങ്ങളെ, ഇവിടെ നഷ്ടപ്പെടുന്ന ഒന്നും നമുക്കൊരു നഷ്ടമായി തോന്നുകയില്ല. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാത്തതിൻ്റെ പേരിൽ പടച്ചറബിനോട് പരിതപിക്കുകയോ പടച്ചറബിനെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയില്ല. നമ്മുടെ പെറ്റുമ്മയേക്കാൾ നമ്മളോട് സ്നേഹമുള്ള, കാരുണ്യമുള്ള പടച്ചറബ് അതിലെല്ലാം നമുക്ക് നന്മകൾ നിശ്ചയിച്ചിട്ടുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അതിജയിക്കുവാൻ സാധിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. പരലോക വിശ്വാസം മനസ്സിൽ രൂഢമൂലമായ, അത് വേരൂന്നിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതുപോലെ അയാൾക്ക് കിട്ടാനുള്ളത് അനശ്വരമായ സ്വർഗീയ ലോകമാണ്, പരലോകത്തെ വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ ഏറ്റവും വലിയ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച് ആസ്വദിച്ചൊരു മനുഷ്യൻ, നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടൊരു മനുഷ്യനെ അള്ളാഹു പരലോകത്ത് കൊണ്ടുവരുമെന്നാണ് ഖിയാമത്ത് നാളിൽ. എന്നിട്ട് ആ മനുഷ്യനെ അല്പസമയം നരകത്തിലേക്കൊന്ന് കാണിച്ച് പുറത്തെടുത്ത് അയാളോട് ചോദിക്കും, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നീ സുഖം അനുഭവിച്ചിട്ടുണ്ടോ എന്ന്. ആരോടാണ് ചോദിക്കുന്നത്? ദുനിയാവിൽ സുഖമല്ലാതെ വേദനയോ പ്രയാസമോ സങ്കടമോ ഒന്നും അനുഭവിക്കാത്ത, സുഖങ്ങളിൽ ആറാടിയൊരു മനുഷ്യൻ, ആ സുഖങ്ങളിൽ മുങ്ങി നിന്ന ഒരു മനുഷ്യനോട് അള്ളാഹു ചോദിക്കും. അപ്പോൾ ആ മനുഷ്യൻ പറയുമത്രേ, അള്ളാഹുവിനെ പിടിച്ചുകൊണ്ട്, ലാ വല്ലാഹി യാ റബ്ബ്, അള്ളാഹുവേ നീ തന്നെയാണ് സത്യം, എൻ്റെ ജീവിതത്തിൽ സുഖം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, നരകമൊന്ന് കാണുമ്പോഴേക്ക്, നരകം ഒന്ന് കയറി ഇറങ്ങുമ്പോഴേക്ക് ദുനിയാവിൽ വർഷങ്ങളോളം അനുഭവിച്ച സകലമാന സുഖങ്ങളെയും അത് മറപ്പിച്ചു കളയുമെങ്കിൽ ആ നരകത്തിലേക്ക് പോകുവാൻ കാരണമാകുന്ന ഒരു അന്ധവിശ്വാസവും അതേപോലെ ഒരു അധർമ്മവും ഒരു തിന്മയും ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ സ്വീകരിക്കുകയില്ല, സ്വീകരിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അതേപോലെ ദുനിയാവിൽ, ഈ ലോകത്ത് കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും രോഗങ്ങളും കൊണ്ട് പ്രയാസപ്പെട്ട, സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത, നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലും കഴിഞ്ഞ ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് അല്ലാഹു കൊണ്ടുവരും. അയാളെ സ്വർഗത്തിൽ ഒന്ന് കടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പടച്ചറബ് ചോദിക്കും, ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്തു, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം നീ അനുഭവിച്ചിട്ടുണ്ടോ? പ്രയാസങ്ങളിലൂടെ മാത്രം നീന്തിക്കടന്നൊരു മനുഷ്യനോടാണ് ചോദിക്കുന്നത്. അയാൾ പറയും, വല്ലാഹി ലാ യാ റബ്ബ്, പടച്ച റബ്ബേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മാ മർറ ബി ബൂസുൻ ഖത്തു വലാ റഅയ്തു ശിദ്ദതൻ ഖത്തു, ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല എന്ന് ആണയിട്ട് പറയും. സ്വർഗമൊന്ന് കാണുമ്പോഴേക്ക് ദുനിയാവിലെ സകലമാന സങ്കടങ്ങളും മറന്നു പോകുന്ന അവർണ്ണനീയമായ അതുല്യമായ സ്വർഗം. സഹോദരങ്ങളെ, അതാണ് പരലോകം. ആ പരലോകം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു,
ഒരാൾക്കും കോലപ്പെടുത്താൻ കഴിയാത്ത, ഒരു കണ്ണും കണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത, ഒരാളുടെയും കാതുകൊണ്ട് കേട്ട് ഒരാളുടെയും നാവ് കൊണ്ട് വർണ്ണിച്ച് വിശദീകരിച്ച് തരാൻ കഴിയാത്ത അതുല്യമായ സ്വർഗീയമായ അനുഗ്രഹങ്ങളും അനുഭൂതിയും നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ദുനിയാവ് നമ്മെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. അതിനാൽ ലക്ഷ്യം തെറ്റാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതും വലുതുമായ ഏത് കാര്യത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഖിറമായിരിക്കണം ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതുപോലെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും അവർക്ക് അതിജയിക്കുവാൻ സാധിക്കും. അങ്ങനെ ഈ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന രോഗമാകട്ടെ, സാമ്പത്തിക പ്രയാസങ്ങളാകട്ടെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നടന്നു പോകുമ്പോൾ കാലിൽ തറക്കുന്ന ഒരു മുള്ള പോലും അതിൻ്റെ വേദനയും പ്രയാസവും അടക്കം അയാൾക്ക് പരലോകത്തേക്കുള്ള യാത്രയിൽ പാപങ്ങൾ പൊറുക്കുവാനും സ്വർഗത്തിൻ്റെ പദവികൾ ഉയർത്തുവാനും പറ്റുന്ന നന്മകളായിട്ടായിരിക്കും വരിക. അത് ഈമാനുള്ള സത്യവിശ്വാസം സ്വീകരിച്ച പ്രവാചകന്മാരുടെ പാത സ്വീകരിക്കുന്ന, വേദഗ്രന്ഥങ്ങൾ പറഞ്ഞു തന്ന നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ള സൗഭാഗ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയത്. എന്നാൽ മതത്തെയും അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും ഒക്കെ തള്ളിപ്പറയുന്ന, പരലോക വിശ്വാസം എന്നത് അന്ധവിശ്വാസമാണ്, അത് കേവലം ഭാവനകൾ മാത്രമാണ് എന്ന് പറയുന്ന ആളുകൾക്കോ അവർക്കും രോഗങ്ങൾ വരാറുണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അവരെന്ത് പറഞ്ഞ് സമാധാനിക്കും? അവരെന്ത് പറഞ്ഞ് സമാധാനിക്കും? ആരുടെയെങ്കിലും പ്രയാസങ്ങൾ കാണുമ്പോൾ കണ്ണുനീരൊലിപ്പിക്കാനല്ലാതെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ അത്തരം ആളുകൾക്ക് സാധിക്കും? അവിടെയാണ് പല പല വിപ്ലവ നേതാക്കന്മാരെയും ഈ ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ ജീവിതം അടിയറ വെച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് അവർ കടന്നുപോയ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇസ്ലാമികമായ വിശ്വാസവും പ്രവാചകന്മാർ പകർന്നു കൊടുത്ത ആശയാദർശങ്ങളും നെഞ്ചിലേറ്റിയ ഒരു സമൂഹത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അവർക്ക് ആത്മഹത്യ എന്നത് വൻ പാപമായി, ഒരിക്കലും അതിനെ തിരഞ്ഞെടുക്കാത്ത അവസ്ഥയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലോക രാജ്യങ്ങളെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ആത്മഹത്യയുടെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ വിശ്വാസികളായ ആളുകളുടെ ഇടയിൽ ആത്മഹത്യാ ടെൻഡൻസി, ആ പ്രവണത തുലോം കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്നാൽ മറ്റ് പല ഭൗതികമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളുമുള്ള സന്തോഷത്തിൽ, അതേപോലെ അനുഭൂതികളിൽ, ആനന്ദങ്ങളിൽ ആറാടുന്നവർ എന്ന് നമ്മൾ ധരിച്ചു വെച്ച ആളുകൾ അവർ മാനസികമായി വലിയ പിരിമുറുക്കങ്ങളിലാണ്. അവർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവർ വിചാരിക്കും ആത്മഹത്യ ചെയ്യാൻ. അതേപോലെ ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ അവർ ശ്രമിക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി ആ അനശ്വരമായ പരലോകം നഷ്ടപ്പെടുത്താതെ അധ്വാനിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ പരലോകത്ത് നമുക്ക് പ്രതീക്ഷയുള്ളവരാണെങ്കിൽ ദുനിയാവിലെ ഏത് പ്രതിസന്ധികളെയും അതിജയിക്കുവാൻ നമുക്ക് സാധിക്കും. അതിൽ വിശ്വാസമില്ലാത്ത, പ്രതീക്ഷയില്ലാത്ത ആളുകൾ ഇവിടെ ഇരുട്ടറയിൽ കിടന്ന് അസ്വസ്ഥരാകുമ്പോൾ, അവർക്ക് സമാധാനവും സ്വസ്ഥതയുമില്ലാതെ അവർ പ്രയാസപ്പെടുമ്പോൾ, വിശ്വാസികൾ നിറഞ്ഞ സംതൃപ്തിയിലും സമാധാനത്തിലും ഇവിടെ ഞാൻ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങൾക്കും എൻ്റെ റബ്ബ് എനിക്ക് ഉത്തമമായൊരു നന്മ അവിടെ കരുതി വെച്ചിട്ടുണ്ട് എന്ന സമാധാനത്തോടെ അൽഹംദുലില്ലാ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞുകൊണ്ട് ആ പടച്ചറബിലേക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൈകൾ ഉയർത്തിക്കൊണ്ട് അവർക്ക് തിരിച്ചു പോകുവാൻ സാധിക്കും. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. വർഷങ്ങളോളം രോഗങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നുപോയ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്യുകയാണ്, പടച്ചവനെ എനിക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബാധിച്ചിരിക്കുന്നു, എന്നാൽ വഅൻത അർഹമുർ റഹീമീൻ, നീ കരുണാവാരിധിയാണ്, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണാവാരിധിയും ദയാലുവുമാണ്. നിരാശയില്ലാതെ, സങ്കടങ്ങളില്ലാതെ ആ പടച്ചറബിലേക്ക് കൈകൾ ഉയർത്താൻ, പ്രാർത്ഥിക്കാൻ, നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം അവൻ്റെ മുമ്പിൽ ഇറക്കി വെക്കുവാൻ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആ ശരിയായ വിശ്വാസത്തിലൂടെ മുന്നേറി
ഇരു ലോകത്തും വിജയം വരിക്കുന്ന യഥാർത്ഥ വിജയികളിൽ, ഭാഗ്യവാന്മാരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.